ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. ഹായ്, നമസ്കാരം. ഇനി ഞാൻ പാചകം ചെയ്യാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനാണ്. അപ്പം ഞാൻ 3 കിലോ താഴെ വരുന്ന ഒരു കോഴിയെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് നന്നായി വെള്ളം ഊറ്റി ഒരു തുള്ളി വെള്ളമില്ലാതെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 3 കിലോ കോഴി എന്ന് പറയുന്നത് നമുക്ക് 10 പീസാക്കാം, 8 പീസാക്കാം, 12 പീസാക്കാം, പല രീതിയിൽ പീസാക്കാം. പക്ഷേ നമ്മളൊരു 10-8 പീസാക്കണമെങ്കിൽ ഓരോ കഷ്ണത്തിൽ ഇത്രാശം പോകുന്ന വലുപ്പമായിരിക്കും. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. ചെറിയ പീസാകുമ്പോൾ ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്, ചെറിയ പീസുകളായിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ വലിയ പീസുകളാക്കിയിട്ട് 10 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രിൽഡ് ചിക്കനിലേക്ക് ആവശ്യമായ സാധനങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ പരിചയപ്പെടുത്തി. ചെറുനാരങ്ങ, കോൺഫ്ലവർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ചുവന്നുള്ളി പേസ്റ്റ്, ഉപ്പ്, കോഴിമുട്ട. അപ്പോൾ ഈ വിഭവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ വരയണം. അപ്പോൾ നമ്മൾ 10 പീസ് വരഞ്ഞു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് മാറ്റി വയ്ക്കാൻ പോകും. അപ്പോൾ ഞാൻ വരഞ്ഞു വെച്ച ചിക്കനിലേക്ക് മസാല കൂട്ടാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ഉരുളി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ആദ്യമായി കോഴിമുട്ട പൊട്ടിക്കാൻ പോകും. അതിൻ്റെ മഞ്ഞ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പോകും. മഞ്ഞ പെട്ടെന്ന് പൊട്ടിപ്പോയി. കുറച്ച് അപ്പം ഞാൻ ഇത് മഞ്ഞ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോയി. അത് കുഴപ്പമില്ല, ഞാൻ അതുകൊണ്ട് മാറ്റിയേക്കും. ഇനി അടുത്തത് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ഇടുകയാണ്. ഇഞ്ചി പേസ്റ്റാക്കിയത് 2 ടീസ്പൂൺ. വെളുത്തുള്ളി ഇതുപോലെ തന്നെ 2 ടീസ്പൂൺ. ഞാൻ ഇതിലൊരു 10 കുടം ചുവന്നുള്ളി ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഒരു 10 കുടം ഇട്ടുണ്ട്, കുഴപ്പമില്ല. അതിന് ശേഷം ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ കളർ കിട്ടാൻ വേണ്ടി ഇടുന്നത്. അത്യാവശ്യം പേരൊക്കെ ഉണ്ടാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മസാല ഒരു 2 ടീസ്പൂൺ. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ. അപ്പോൾ ആവശ്യത്തിനിടാം. എന്നിട്ട് മസാല നോക്കിയതിന് ശേഷം രണ്ടാമതൊന്ന് നോക്കിയിട്ടിട്ടാൽ മതി. നാരങ്ങ നീര് ഫുള്ള് കട്ട് ചെയ്യുക. എന്നിട്ട് കുരുലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിലേക്ക് നന്നായി പിഴിയുക. ഇനി നന്നായി ഇങ്ങനെ തിരുമ്പിയെടുക്കുക. നല്ല പേസ്റ്റ് പരുവാണ് കേട്ടോ, വെള്ളമൊന്നും പാടില്ല ഇതിൽ. അപ്പോൾ മസാല നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടി ഞങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഈ ചിക്കൻ വരഞ്ഞ പീസിൻ്റെ എടുത്തിട്ട് മസാല ഇതിലേക്ക് നന്നായി ഇറക്കി കൊടുക്കാം. ഈ വരഞ്ഞതിലേക്ക് നന്നായി അങ്ങോട്ട് കയറി ചേർന്ന് കേട്ടോ, എന്നാലും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കുള്ളൂ.
അപ്പോൾ ലൈറ്റായിട്ട് തേച്ചാൽ മതി, വല്ലാണ്ട് മസാല കയറണം, ചില കരിഞ്ഞു പോവുക. അതെ, പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ ചെയ്ത മസാല കൂട്ടലൊക്കെ ചെയ്ത കാര്യം ഓർമ്മയുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇതിൽ കൂടുതലായിട്ട് സ്പെഷ്യൽ ചെയ്താന്ന് വെച്ചെങ്കിൽ ചുവന്നുള്ളിയാണ് ഞാൻ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മറക്കണ്ട, ഇതുപോലെ തന്നെ നന്നായി ചെയ്താൽ മതി. ചുവന്നുള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറായിരിക്കും. അപ്പോൾ ഞങ്ങൾ 10 പീസ് വരഞ്ഞ് വെച്ചത് മസാല തേമ്പിതാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 പീസ് വരഞ്ഞ് മസാലയൊക്കെ പറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും ഇത് വേറെ ഒന്ന് സെറ്റാവാനായിട്ട്. അരമണിക്കൂറായാലും 3/4 മണിക്കൂറായാലും കുഴപ്പമില്ല. എത്ര നേരം ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ താൽക്കാലികമായിട്ട് മതി, എന്നാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഈ മസാല പിടിക്കണ നേരം കൊണ്ട് നമുക്ക് ഒരു അടുപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള ഇഷ്ടികയും അതിൻ്റെ ഗ്രില്ലും. അപ്പോൾ കർപ്പൂര വെച്ച് കത്തിക്കാൻ പോകണം. അപ്പോൾ കനല് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതേ ഗ്രില്ല് ഞാൻ മുകളിലേക്ക് കയറ്റി. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ അടുപ്പിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിതിൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. ഇതൊരുവിധം വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ മറിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് നോക്കാം. ഒരു ഭാഗത്ത് മാത്രമേ വെളിച്ചെണ്ണ പുരട്ടിയിട്ടുള്ളൂ. ഞാൻ അടുത്ത ഭാഗം ഇപ്പം ഞാൻ 2 ഭാഗം വെളിച്ചെണ്ണ തേച്ച് അപ്പുറം മറിച്ചിട്ടുണ്ട്. ഒരുവിധം വേവായിട്ടുണ്ട്. അപ്പോൾ നന്നായി വന്നുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കാൻ പോകുന്നത്.
നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ പാകം ചെയ്ത ഗ്രില്ലഡ് ചിക്കൻ സൂപ്പറായിട്ട് അടിപൊളി തകർത്തുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.